ഇവിടുന്നാ തുടങ്ങിക്കണ്. അല്ല ഇവിടെ ഈ കടയൊന്നും പോയില്ലല്ലോ. ഈ കടലിൽ അതിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വന്നു. നമ്മളിവിടെ ഇറങ്ങി കഴിഞ്ഞാലെന്തോ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ പോയതാണല്ലേ ചൂരൽമലയാണത്. മേപ്പാടി ചൂരൽമല മാത്രം അത് ഇവിടെ നിർത്തിയിടണം. ബോർഡ് അവർക്ക് പെർമിറ്റ് അങ്ങനെയാണെങ്കിൽ കൂടി മേപ്പാടി ചൂരൽമല. ഇവിടെ കുറെ വീട് പോയിട്ടില്ലല്ലേ. അത് ഈ സൈഡാ പോവാത്തുള്ളൂ. 6/9/2024 എങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വന്നിരിക്കണല്ലേ സാറേ? എങ്ങനെ വന്നാണല്ലേ പുറത്തുകൂടി പല ഭാഗത്തു കൂടിയായി വന്നിരിക്കുന്നത്. സംഭവമാണ് നമ്മള് നിക്കണ സ്ഥലം ഒലിച്ചു പോയതാ. ഇതൊക്കെ പെട്ടതാണെന്ന് തോന്നുന്നില്ലേ? മണ്ണ് ക്ലിയർ ആക്കിയതാണ്. ഇല്ലല്ലേ? അപ്പൊ ഇവിടുന്ന് എങ്ങനെയാ പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടി എടുക്കുമ്പോൾ മനസ്സിലായി കുറച്ച് അങ്ങോട്ട് പോകണം. ഒരു മുന്നോട്ട് ഒരു 10-50 അടി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് JCB കൊണ്ട് തെരച്ചിലിന് വേണ്ടി മണ്ണുകളൊക്കെ കോരിയിട്ടതാ. അതായത് വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതെ, വെള്ളാർമല എന്ന് പറഞ്ഞാൽ നമ്മൾ മേപ്പാടി ഇങ്ങോട്ട് വരുന്ന ഭാഗങ്ങൾ, മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗം മൊത്തം വെള്ളാർമല എന്നുള്ള രീതിയിൽ അറിയപ്പെടല്ലേ? ഒരു വില്ലേജ് മൊത്തം വെള്ളാർമല അങ്ങനെയാണ്. ഇവിടെ ചെറിയ തോടല്ലേ? ഇവിടെ കണ്ടതാണ്. ബാക്കോട്ട് എടുത്തോട്ടെ വണ്ടി. അത് നമ്മള് നേരെ പോവാ. നമ്മൾ നേരെ പോകണം. ബസ് അതവിടെ ആ വീട് കണ്ടോ? ആ വീടുകളൊക്കെ ഈ ഭാഗത്താവുന്നല്ലേ ചൂരൽമല. ഇതുവരെ കിട്ടിയിട്ടില്ല. അമ്മയും മോളും അമ്മച്ചും മോളും ഒക്കെ ഈ ഭാഗത്തുള്ള കുറെ വീടുകളുണ്ട്. സംഭവം എന്താണോ, ഇന്നലെ ആരോ വന്നിട്ട് ഉടക്കുണ്ടാക്കിയത് ഇവിടെ. ആ ഉടക്കുണ്ടാക്കിയിട്ട് അവരെന്താ കുട്ടി അങ്ങോട്ട് പോവാ. പാലത്തമ്മൽ കൂടെ പോവാ. ഞാൻ പാലത്തോടെ പോവാ. വണ്ടി പോവോ? ആ വണ്ടി പോകുന്നത് മിലിറ്ററിക്കാർ കെട്ടിയ പോലല്ലേ സാറേ? ഇതാണ് നമ്മളെ മോളുടെ നിന്നായിട്ട് പോരും. അതായിട്ട് പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നം. ഇപ്പൊ പോലീസുകാരും കൂടി പണിയാക്കി വെക്കാണ്. ഇതാണ് മറ്റേ മിലിറ്ററി പാലം അല്ലേ? വണ്ടി നമ്പർ എഴുതിക്കോട്ടെ കേട്ടോ. വണ്ടി നമ്പർ എഴുതി. ഒറ്റ ദിവസം കൊണ്ട് സാറേ അതാ കേട്ടോ സാറേ. അത് അവിടെ ആ ആൽമരല്ലേ, ആ ആൽമരത്തിന്റെ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. 9473609332. ഞങ്ങൾ 6 പേരുണ്ട് കേട്ടോ. 6 പേര്. അതിന് 3 റിട്ടയർഡ് CI-മാരാണ്, ഒരു റിട്ടയർഡ് SI ആണ്, ഒരു CI, 2 CI, 2 CI റിട്ടയർഡ്. മുണ്ടക്കൈ കേട്ടോ. ഇതാണ് സാറേ പുഴ കണ്ടോ. ഈ പുഴയാണ് ഈ ഇങ്ങനെ കറങ്ങി അടിച്ച് നമ്മളെ മോളുടെ വീടൊക്കെ പോകാൻ നിൽക്കുന്നുണ്ടല്ലേ, അതൊക്കെ മുണ്ടക്കയിലെ ബെയിലി പാലം മനസ്സിലായോ? ഇത് സാറേ ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു കേട്ടോ. ശിവക്ഷേത്രം പോയി മാല ഇവിടെ ഉണ്ട്. അതാ സ്കൂളല്ലേ? നമുക്ക് അപ്പുറം ഇറങ്ങാം, വണ്ടി അപ്പുറം നിർത്തും കേട്ടോ. അല്ല വേണ്ട, അതൊക്കെ ആ കാറില്ലേ, ആ കാറിന്റെ അപ്പുറം വണ്ടി നിർത്തുന്നില്ല. നമുക്ക് കുറച്ച് നേരം നിർത്തിയിട്ട് കണ്ടിട്ട് പോവാം. ഇറങ്ങിയിട്ട് അവിടെ നിർത്തി ആ കാറിന്റെ അപ്പുറം നിർത്തി അങ്ങനെ എടുക്കാൻ. അതാണ് സ്കൂളല്ലേ? പാസ്പോർട്ട് റവന്യൂ അവിടെ നിർത്തി. വെള്ളാർമല സ്കൂള് അല്ലേ സാർ? അതല്ലേ നിർത്തി അവിടെ നിർത്തി കേട്ടോ. എന്താ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് മാറ്റിയതാണ് കുറെ അങ്ങോട്ട് പോകേണ്ടത്. ദുരന്ത ഭൂമിയിൽ എത്ര പേരുടെ ജീവനെടുത്ത ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും വൈകാരികമായ
ബെയിലി പാലം, വൈകാരികത തളമുറ്റി നിൽക്കുന്ന മുണ്ടക്കൈ വെള്ളാർമല സ്കൂൾ അങ്ങാകെ കാണുന്നു. ഇങ്ങനത്തെ കല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നു, ചെറിയ ഉരുളൻ കല്ലുകൾ. ഇതൊക്കെ ഒലിച്ചു വന്ന കല്ലുകളാണ്. ഈ കല്ലുകളൊക്കെ ഒലിച്ചു വന്നതാണ്. കണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കല്ലുകൾ മാത്രമേ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ വലിയ കല്ലുകൾ മുഴുവൻ അത്രയും ദൂരം നിന്ന് ഒഴിച്ചു വന്നത്. അതാണ് മറ്റേ വെള്ളാർമല സ്കൂള്. വീടുകളുണ്ടോ? ഒരു വീടിന് ഒന്ന് പറ്റി ഇപ്പോഴത്തെ വീടുകളൊക്കെ അത് കണ്ടോ നിൽക്കുന്നത്. അങ്ങനെ ചില വീടുകളൊക്കെ ഒഴിവാക്കി. അത് ഈ വലിയ പാറക്കല്ലുകൾ ചിലപ്പോൾ ഒഴിഞ്ഞു വന്നതായിരിക്കും. ഇതൊക്കെ ഒലിച്ചു വന്നതാ. അതല്ല ആ വീടിനോട് ഒഴിഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പം അതിന് വീടിന് പറ്റിയിട്ടുണ്ടാവില്ല. മഴ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ അമ്പലം ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൻ്റെ ആൽമരം മാത്രം ബാക്കിയായി. മുണ്ടക്കൈ ദുരന്തഭൂമിയിൽ 6/9/2024 ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളായി ദുരന്തഭൂമി നേരിട്ട് കാണാൻ അവസരമുണ്ടായി. ബെയിലി അല്ല, താമസപ്പാരും ഉണ്ടാവില്ല. സ്കൂള് ആ പ്രശസ്തമായ സ്കൂളാണ്.